ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത കരുത്തുറ്റ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മോദി സർക്കാർ. പതിറ്റാണ്ടുകളായി രാജ്യം നേരിട്ട നക്സലിസം എന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറിച്ച ഡെഡ്ലൈൻ 2026 മാർച്ച് 31. എന്നാൽ നക്സലിസം അവസാനിക്കുന്നതോടെ ഭാരതത്തിന്റെ സുരക്ഷാ ദൗത്യം അവസാനിക്കുന്നില്ല. അടുത്ത ലക്ഷ്യം എന്താണെന്ന് അമിത്ഷാ ഇപ്പോൾ തന്നെ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യയെ മയക്കുമരുന്ന് മുക്തമാക്കുക എന്നതാണ്. രാജ്യത്തിന്റെ യുവത്വത്തെ കാറും തിന്നുന്ന മയക്കുമരുന്ന് ഭീഷണിക്കെതിരെ സീറോ ടോളറൻസ് നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. 1 ഗ്രാം മയക്കുമരുന്ന് പോലും നമ്മുടെ അതിർത്തി കടന്ന് എത്തരുത് എന്ന കൃത്യമായ ഒരു റോഡ് മാപ്പാണ് ആഭ്യന്തരമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. വെറും വാക്കുകളല്ല, കണക്കുകൾ പരിശോധിച്ചാൽ മോദി സർക്കാരിന്റെ ഈ ഇച്ഛാശക്തി നമുക്ക് ബോധ്യപ്പെടും. കഴിഞ്ഞ 10 വർഷത്തിനിടെ 22,000 കോടി രൂപ വിലമതിക്കുന്ന 5.43 ലക്ഷം കിലോ മയക്കുമരുന്നാണ് സർക്കാർ ഏജൻസികൾ പിടിച്ചെടുത്തത്. മുൻ സർക്കാരുകളുടെ കാലത്തെ അപേക്ഷിച്ച് 4 മടങ്ങിലധികം വർധനവാണിത്. എന്തുകൊണ്ടാണ് ഈ പോരാട്ടം ഇത്ര നിർണായകമാകുന്നത്? മയക്കുമരുന്ന് വ്യാപാരം കേവലം ഒരു ലഹരി പ്രശ്നമല്ല, മറിച്ച് അത് നാർക്കോ ടെററിസവുമായി ബന്ധപ്പെട്ടതാണ്. മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് ലഭിക്കുന്ന പണം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഭീകരപ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഹവാല ഇടപാടുകളും ക്രിപ്റ്റോ കറൻസി കൈമാറ്റങ്ങളും നിരീക്ഷിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സുകളെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു കഴിഞ്ഞു. സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണ യൂണിറ്റുകൾ തകർക്കാനും ശാസ്ത്രീയമായ അന്വേഷണത്തിനായി ഫോറൻസിക് ലബോറട്ടറികൾ സ്ഥാപിക്കാനും സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒരു വശത്ത് വികസനത്തിന്റെ പാതയിൽ കുതിക്കുമ്പോഴും മറുവശത്ത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര ഭീഷണികളെ ഉരുക്കുമുഷ്ടി കൊണ്ടാണ് അമിത്ഷാ നേരിടുന്നത്. നക്സലിസത്തിന് പിന്നാലെ മയക്കുമരുന്ന് മാഫിയയുടെയും നടുവൊടിക്കുന്നതോടെ നവഭാരതം കൂടുതൽ സുരക്ഷിതമാകും. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന ഉറച്ച വിശ്വാസമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ആഭ്യന്തരമന്ത്രി നൽകുന്നത്. മയക്കുമരുന്നില്ലാത്ത ഭാരതം അതൊരു സ്വപ്നമല്ല, വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.